അടുക്കളയിലേക്ക് വന്നേക്കാണ്. ചേച്ചി ഇവിടെ ഇങ്ങനെ നമ്മുടെ കിണ്ണമൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇത് ശരിക്കും എനിക്ക് എൻ്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ കൂടെ നടക്കുന്ന ഒരു ഫീലും. അപ്പുറത്ത് വലിയ അടുക്കളയുണ്ട്, ഇവിടെ കുഞ്ഞടുക്കളയുണ്ട്. അവിടെ വലിയ അടുക്കളയിൽ വേറെ 2 ചേച്ചിമാർ ക്യാബേജും ബാക്കി സംഭവങ്ങളൊക്കെ അരിയുന്നുണ്ട്, നുറുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇന്ന് എന്താ വെക്കാൻ പോകുന്നത്? നമ്മൾ ചിക്കൻ തോരൻ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ചേച്ചി വെച്ചോളൂ. അപ്പോൾ നമ്മുടെ ഉരുളി മുത്തിയിട്ടുണ്ട്. ഇതിലൂടെ ഓൾറെഡി നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മേത്തൻ്റെ മേത്ത് വീണ് കുഴപ്പമില്ല. ചിക്കൻ്റെ വെള്ളമല്ലേ, പ്രശ്നമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, സ്ഥല പരിമിതി കാരണം പലതും കാണാൻ പറ്റില്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞാനത് നല്ല രീതിയിൽ തന്നെ ഉച്ചയിൽ പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കുകയും ചെയ്യാം. അപ്പം എന്തിനാ നമ്മൾ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് അതിൻ്റെ കടുകിടും. ചേച്ചിയാണോ നമ്മുടെ ഇവിടുത്തെ മെയിൻ ഷെഫ്? ആണ്. ചേച്ചിയാണ് ഇവിടുത്തെ മെയിൻ ഷെഫ്. എല്ലാം പഠിച്ചു. ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ, പഠിച്ചു. അറിയില്ലായിരുന്നു ഒന്നും. ചിക്കൻ തോരൻ വരെ ഉണ്ടാക്കാവുന്ന അവസ്ഥയെത്തി. അപ്പൊ വീട്ടില് മക്കളുടെ കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സവോള ഇട്ടിട്ട് പറയാം. നമ്മൾ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, അതിനകത്തോട് സവോള ഇടുന്നുണ്ട്. തീ ഉറച്ച് വെച്ചിട്ട് അതിനകത്ത് നന്നായിട്ട് അങ്ങ് വരണ്ട് വരണം, വഴച്ചാണ്. അപ്പോൾ ചേച്ചി വീട്ടിൽ ഹസ്ബൻഡ്, ചേച്ചി, 2 മക്കൾ. മൂത്തയാൾ +1 പഠിക്കുന്നു. ആൺകുട്ടി. 2 മോള് തന്നെ. മൂത്തയാള് ഗൗരി മൂത്താള്. രണ്ടാമത്തെയാള് ഗ്രീഷ്മ. അത് കുട്ടി എന്ത്? രണ്ടാമത്തെ 8ാം ക്ലാസ്സിൽ. മൂത്തയാള് +1. ഇവിടെ തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയായിട്ട് ഹസ്ബൻഡും കൂടി തുടങ്ങിയതേ ഉള്ളൂ. ഇവിടെ ചേച്ചിയും ചേച്ചിയുടെ കൂടെ 2 ചേച്ചിമാരേ ഉള്ളൂ. 3 പേര്. ഇവിടെയും വനിത ഒരു കരുത്ത് തന്നെയാണ് നമ്മൾ കാണിച്ച് തരുന്നത്. ഇവര് തന്നെയാണ് മൊത്തം നോക്കുന്നത്. എല്ലാ കാര്യങ്ങളും അവർ സ്വന്തം വർഷങ്ങളായിട്ട് നിൽക്കുന്നവരാണ്. 6 വർഷമായിട്ട് നിൽക്കുന്നവരാണ്. എല്ലാ കാര്യങ്ങളും. ഇപ്പഴത്തെ മീൻകറിയാണ്. എന്തത്? മീൻകറി. മീനത് അയല. മറ്റേ ഉണ്ടമുളക്, നെയ്മുളകൊക്കെ കിടപ്പുണ്ട് നോക്കത്ത്. നല്ല രീതിയിൽ തന്നെയാണ് ഭക്ഷണം. ചിക്കൻ തോരനും ഉണ്ട്, മീൻകറിയുടെ എല്ലാം ഉണ്ട്. ചേച്ചി അത് പാടുന്ന സമയത്ത് ചേച്ചിയുടെ കവിതകൾ ഞാൻ വായിച്ചിട്ടില്ല, എനിക്ക് വായിക്കണമെന്നുണ്ട്. അപ്പൊ ചേച്ചി തരണം. അപ്പോൾ 2 വരി ഒന്ന് നമുക്ക് വേണ്ടി പാടാവും. രണ്ടാമത്തെ പുസ്തകം അവതാരിക എഴുതാൻ കൊടുത്തപ്പോൾ സുഗതകുമാരി ടീച്ചറാണ് അവതാരിക എഴുതിയ രണ്ടാമത്തെ പുസ്തകം. ആദ്യ പുസ്തകത്തിന് ONV സാറാണ് അവതാരിക എഴുതി. ഇവിടെ രാജീവ് കുമാർ സാറിൻ്റെ പരിധിയാണ് പബ്ലിഷ് ചെയ്തത്. രണ്ടാമത്തെ പുസ്തകം സുഗതകുമാരി ടീച്ചർ അവതാരിക എഴുതിയിട്ട് ചിന്തയാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതിനകത്ത് ആ പുസ്തകം കൊടുത്തപ്പോൾ അതിനകത്ത് ടീച്ചർ എടുത്തു പറഞ്ഞ 4 വരികളുണ്ട്. അത് പറയാൻ. പകലൂരിക്കെത്തിക്കുന്ന വേർപ്പുതുള്ളികൾ അർദ്ധരാത്രിയിൽ എൻ്റെ അക്ഷരങ്ങളെ പോലും പൊള്ളിക്കുന്നു. പകലൂരി കത്തിക്കുന്ന വിയർപ്പുതുള്ളികൾ അർദ്ധരാത്രിയിൽ എൻ്റെ അക്ഷരങ്ങളെ പോലും പൊള്ളിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കാൻ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള ഇതായിട്ടില്ല. ഞാൻ മറന്നു വരുന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും സവള പതുക്കെ ഇങ്ങനെ വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. എപ്പോൾ തൊട്ടാണ് ചേച്ചി കവിത എഴുതാൻ തുടങ്ങിയത്? കവിത ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതലേ ചെറുതിലെ കവിത എഴുതുമായിരുന്നു. കവിതയാണെന്ന് പറഞ്ഞൂടാ, എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ ഞാൻ വല്ല പൂക്കളെ കുറിച്ചും ചെടികളെ കുറിച്ചും ഒക്കെ ഇട്ടിരിക്കും. കുഞ്ഞു പൂമ്പാറ്റ എന്നൊക്കെ പറഞ്ഞ കുഞ്ഞു പൂമ്പാറ്റ നല്ല വഴണ്ടല്ലേ. പച്ചമുളകും ഇഞ്ചിയും പച്ചമുളകും ഞാൻ കണ്ടുപിടിക്കണമല്ലോ. ഇഞ്ചിയും പച്ചമുളകും ചതച്ചാണ്. ഇപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അരച്ച് വെച്ചേക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി മാത്രം. ഈ പച്ചമുളകല്ല, വെളുത്തുള്ളി, ഇഞ്ചി ഇത് 2 നന്നായിട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ചങ്ങ് പേസ്റ്റ് അങ്ങോട്ട് തട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് സമയം നമ്മളാണ് വൈകിച്ചത്, അതിൻ്റെ ക്രെഡിറ്റ് എനിക്കാണ്. അതുകൊണ്ട് ചേച്ചി ഇങ്ങനെ സ്പീഡപ്പാക്കും. നമുക്കും അതുവരെ ബുദ്ധിമുട്ടിക്കാണ്ട് നല്ല സ്പീഡിൽ തന്നെ അങ്ങ് പോകാം. അപ്പോൾ വേഗം തന്നെ അത് വഴറ്റിയിട്ടുണ്ട്. മീൻ വറുക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തീർക്കണം. ഇപ്പം അതിന് 3 ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും വരും. നല്ല തിരക്കായിരിക്കും. നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യണം. ചിക്കൻ ഇടാൻ പോവാണ്.
ചിക്കൻ അതിനോട് തട്ടി ചിക്കൻ തട്ടിയിട്ടുണ്ട്. കാണില്ല എൻ്റെ ചേച്ചി അല്ല, ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇത് മൂടി വെച്ച് നന്നായിട്ട് മൂടി വയ്ക്കും. എന്നിട്ട് പതുക്കെ കുറച്ച് നേരത്തേക്ക് മൂടി വയ്ക്കാം. ഇത് എത്ര നേരം മൂടി വയ്ക്കണം ചേച്ചി? ഇതൊരു 20 മിനിറ്റ്. 20 മിനിറ്റ് മൂടി വയ്ക്കണം. എന്തായാലും 20 മിനിറ്റ് മൂടി വയ്ക്കാനുണ്ട്. എന്തായാലും അവിടെ നിന്ന് പതുക്കെ ആവട്ടെ. ഞാൻ പതുക്കെ ചേച്ചിയുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുകയാണ്. നമുക്ക് എന്തായാലും അത് ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പോൾ ഇങ്ങനെ പതുക്കെ അപ്പുറത്ത് പോയി ചേച്ചി ഈ ഒരു കെട്ടിൽ 3ാമത്തെ കവിതകളുടെ എഴുതിയത് മൊത്തം കാണിച്ചൊന്നും വായിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ഇതായി എന്ന് പറഞ്ഞു. കാരണം ഞാൻ പേജ് മൊത്തം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. തുറക്കും നന്നായിട്ടുണ്ട്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പേപ്പറിലാണ്, മൊത്തം പേപ്പറിലാണ്, ഒന്നും ഇതാക്കിയിട്ടില്ല ചേച്ചി. 3ാമത്തെ പുസ്തകത്തിൻ്റെ 3ാമത്തെ പുസ്തകത്തിൻ്റെ അത് കാണിച്ചു തന്നു. പക്ഷെ അത് പേപ്പറിലാണ്, മൊത്തം കണ്ടില്ലാണ്. ചിക്കൻ വെന്ത് കഴിഞ്ഞു. ചിക്കൻ വെന്തിട്ടുണ്ട്. ഇതാണോ? തേങ്ങ, മുളക് പൊടി, കറി മസാല, ഗരം മസാല എല്ലാം കൂടി നമ്മൾ മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക് പൊടി, നമ്മുടെ തേങ്ങാപ്പില, ഗരം മസാല എല്ലാം കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സിനിമയിൽ വല്ല എഴുതാൻ വന്നിട്ടുണ്ടോ കവിത? ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ നോക്കാം. അതെ, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചേച്ചി നന്നായിട്ട് കവിത എഴുതുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നല്ല കവിതകൾ, നല്ല പാട്ട് വേണമെങ്കിൽ ചേച്ചിയെ സമീപിക്കുക. കവിത ചേച്ചി അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞ ചേച്ചി എഴുതുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല കവിതകളുണ്ട്. എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് വയ്ക്കണം. അനുസരിച്ച് ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കണം. അപ്പോഴത്തേക്ക് നമ്മളവിടെ വേറെ സാധനം വെച്ചിട്ടുണ്ട്. സാമ്പാറാണോ? അപ്പം ഞാൻ നേരത്തെ മണത്തത് എന്തായിരുന്നു? സാമ്പാർ തന്നെ. സാമ്പാർ കുക്കറിലിരുന്ന് അതാ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് വേറെ കിണത്തിലോട്ടാക്കി ഒന്നുകൂടി ചൂടാക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് എല്ലാ കറികളും അങ്ങനെ ആവാൻ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം ഇവിടെ ഒന്നും ആയിട്ടില്ല. ഞാനാണ് കാരണം. അതുകൊണ്ട് നമുക്ക് ആവുന്ന സംഭവങ്ങൾ ചേർത്ത് നമ്മൾ വേഗം കഴിക്കാം.